കെ.സി. വേണുഗോപാൽ എന്ന പടയൊരുക്കം നടത്തിയ യഥാർത്ഥ ക്യാപ്റ്റൻ. കേരള രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ വിജയചരിത്രം എഴുതുമ്പോൾ ചില പേരുകൾ സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തപ്പെടും. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പേരാണ് കെ.സി. വേണുഗോപാൽ. ഒരു നേതാവിനെ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ട്രോളുകളുടെ എണ്ണമനുസരിച്ചല്ല, അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെയും അതിജീവിച്ച് നേടിയ വിജയങ്ങളനുസരിച്ചാണ്. സൈബർ ഇടങ്ങളിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കപ്പെട്ടു, തെരുവുകളിൽ പരിഹസിക്കപ്പെട്ടു. രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, സ്വന്തം മുന്നണിക്കുള്ളിലെ വിമർശനങ്ങളെയും നേരിടേണ്ടി വന്നു. എന്നാൽ അതൊന്നും അദ്ദേഹത്തെ പിന്നോട്ടടിപ്പിച്ചില്ല. കാരണം അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ലായിരുന്നു, ഒരു യഥാർത്ഥ ക്യാപ്റ്റൻ ആയിരുന്നു. ഒരു മുന്നണിയെ വിജയത്തിലേക്ക് നയിക്കണമെങ്കിൽ മുദ്രാവാക്യങ്ങൾ മാത്രം പോരാ, ദീർഘവീക്ഷണവും ക്ഷമയും ഏകോപനശേഷിയും വേണം. അതെല്ലാം ഒരുമിച്ച് തെളിയിച്ച നേതാവാണ് കെ.സി. വേണുഗോപാൽ. മുന്നണിക്കുള്ളിലെ ഭിന്നതകൾ അദ്ദേഹം സംഭാഷണങ്ങളിലൂടെ പരിഹരിച്ചു. വിയോജിപ്പുകളെ വൈരമാക്കി മാറ്റാതെ ഒരുമയുടെ കരുത്താക്കി മാറ്റി. തർക്കങ്ങളാൽ തളർന്നുപോകാമായിരുന്ന മുന്നണിയെ ഒരു വജ്രായുധം പോലെ ശക്തിപ്പെടുത്തി. സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹം കാണിച്ച ധൈര്യം ഇന്നും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു. പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകി, യുവത്വത്തിന് ആത്മവിശ്വാസം നൽകി, ജനഹൃദയങ്ങളിൽ സ്വാധീനമുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. എതിരാളികളുടെ ഉറച്ച കോട്ടകളിലേക്ക് പോലും ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പോരാളികളെ അയച്ചു. അവിടെ ജയിക്കാനാവില്ല എന്ന് പലരും പറഞ്ഞെടുത്തു പോലും പോരാടണം എന്ന് പറഞ്ഞത് ഈ ക്യാപ്റ്റനായിരുന്നു. ഇന്ന് ലഭിച്ച ഈ വിജയം യാദൃശ്ചികമല്ല, ഇത് മാസങ്ങളായുള്ള ആസൂത്രണത്തിന്റെ ഫലമാണ്. ഇത് കഠിനാധ്വാനത്തിന്റെ വിജയമാണ്. ഇതൊരു രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ മാസ്റ്റർ ട്രാക്കാണ്. ചരിത്രം ഒരിക്കലും പരിഹസിച്ചവരെ ഓർക്കാറില്ല, പക്ഷേ പ്രതിസന്ധികളിൽ പോലും പോരാടി വിജയിച്ചവരെ ചരിത്രം എന്നും ഓർക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് അഭിമാനത്തോടെ പറയുകയാണ്, ഈ വിജയത്തിന്റെ യഥാർത്ഥ ശില്പി, ഈ മുന്നേറ്റത്തിന്റെ യഥാർത്ഥ ക്യാപ്റ്റൻ കെ.സി. വേണുഗോപാൽ തന്നെയാണ്.